സോ ഹലോ പീപ്പിൾ, നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് അറേന്റെ കാര്യം. നമ്മൾ അറേ ഒബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞാണ് ലാസ്റ്റ് വീഡിയോ നിർത്തിയത്. അതിന് മുന്നത്തെ വീഡിയോ നമ്മൾ ഒബ്ജക്ട്സ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അറേ മാത്രമല്ല ഫംഗ്ഷനും ഒബ്ജക്റ്റ് ആവാന്ന് പറഞ്ഞു. സോ ആ ഒരു കാര്യമാണ്, ഒബ്ജക്റ്റ് ആണ് ശരിക്കും. സോ ക്ലൈമാക്സ് ഞാൻ തുടക്കത്തിലേ പറയാം, ഫംഗ്ഷൻസ് ആർ ഒബ്ജക്ട്സ്. ഓക്കെ, പക്ഷേ ടൈപ്പ് ഓഫ് സമ്മതിക്കത്തില്ല. ഓക്കെ, ടൈപ്പ് ഓഫ് സമ്മതിക്കത്തില്ല. അറേയുടെ കേസിൽ നമ്മൾ കണ്ട പോലെ ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റ് ആണെന്ന് അറേയുടെ കാര്യത്തിൽ പച്ചക്ക് പറഞ്ഞു. സോ അവിടെ വേറെ നോ ഡൗട്ട്സ്. പക്ഷേ ഫംഗ്ഷന്റെ കേസിൽ ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റ് ആണെന്ന് പറയത്തില്ല. സോ ആ ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ കോഡ്. സോ നമ്മുടെ ഫോൾഡർ ഓൾറെഡി ഞാൻ ഓപ്പൺ ചെയ്തു. ഇത് സെക്കൻഡ് ടേക്കാണ് ഗൈസ്. സോ യാ, ഇവിടെ ഓൾറെഡി ഞാൻ functions.js എന്ന് പറഞ്ഞൊരു ഫയൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് ഞാനപ്പോൾ ഒരു 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 ഫംഗ്ഷൻ ഉണ്ടാക്കാം ഗൈസ്. ഫംഗ്ഷൻ്റെ പേര് ഈസ് സേ ഹായ്. ഓക്കെ, സോ സേ ഹായിനകത്ത് ഞാൻ console.log കൊടുക്കുന്നു. ആൻഡ് സേ ഹായ് ഡോസ് ഇൻ നത്തിങ് അതർ ദാൻ ഹായ് ഒന്നും പറയാൻ പോകുന്നില്ല. സോ സേ ഹായ് പറയുന്നു. ആൻഡ് ഇവിടെ ഞാനിപ്പോൾ സേ ഹായ് ലോഗ് ചെയ്യുകയാണെങ്കിൽ, കോൾ ചെയ്യുകയാണെങ്കിൽ അവിടെ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഗസ് ചെയ്യാന്നുള്ളേ ഉള്ളൂ. ഈ ഹായ് വിളിക്കുന്നു, അകത്ത് പോകുന്നു, ഹായ് പ്രിന്റ് ചെയ്യുന്നു, നത്തിങ് മച്ച്. സോ ഇനി നമുക്ക് ടൈപ്പ് ഓഫ് സേ ഹായ് കൊടുത്ത് നോക്കാം. ടൈപ്പ് ഓഫ് സേ ഹായ് കൊടുത്തിട്ട് ഞാനത് ലോഗ് കൂടെ ചെയ്യുകയാണെങ്കിൽ എന്ത് വരുമെന്ന് നോക്കാം. സോ അറേയുടെ കേസിൽ അറേ ആയിരുന്നപ്പോൾ ഇവിടെ ഈ ഒരു സമയത്ത് ടൈപ്പ് ഓഫ് അറേ കൊടുത്തപ്പോൾ ഇതായിരുന്നു നമ്മുടെ അറേ ഒബ്ജക്റ്റ് ആണെന്നാണ് പറഞ്ഞിരുന്നത്. സോ ഈ കേസിൽ നമുക്ക് ടൈപ്പ് ഓഫ് ഐ ഒബ്ജക്റ്റ് ആണോ എന്ന് പറയുന്നത് നോക്കാം. സോ ഇവിടെ ഒബ്ജക്റ്റിന് പകരം ഫംഗ്ഷൻ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ടൈപ്പ് ഓഫ് വിട്ട് തരുന്നില്ല, ഒബ്ജക്റ്റ് അല്ലെന്നാണ് ടൈപ്പ് ഓഫ് പറയുന്നത്. പക്ഷേ ശരിക്കും ഒരു ഒബ്ജക്റ്റ് ആണ്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്കിപ്പോൾ സേഹായ് ഡോട്ട് കസ്റ്റം നെയിം എന്ന് പറഞ്ഞ് വേണേൽ മെഷീൻ കൊടുക്കാൻ പറ്റും. ഇതിപ്പോ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരിക്കലും ഒരു ഫംഗ്ഷനകത്തോട്ട് എനിക്ക് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ആഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം നിങ്ങൾ പറയും റൺ ടൈം എറർ അടിക്കുമോ എന്ന് പറഞ്ഞാൽ റൺ ടൈം എറർ അടിച്ചിട്ടില്ല. എനിക്കിത് വേണേൽ ഇനി ലോഗ് ചെയ്ത് നോക്കാൻ പറ്റും. സോ ഞാനിപ്പോൾ ഇത് ലോഗ് ചെയ്യുകയാണെങ്കിൽ സേ ഹായ് ഡോട്ട് കസ്റ്റം നെയിം എന്ന് കൊടുത്താൽ ഇതാണ്ട എൻ്റെ ലിൻഡർ ഒരു സജഷൻ വരെ വന്നു, കസ്റ്റം നെയിം എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ടെന്ന്. സോ ഇതിപ്പോൾ ഞാൻ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ വന്ന സജഷൻ വരത്തില്ല. അതാ ഇതിപ്പോൾ ഞാൻ കമൻറ്റ് ചെയ്ത്. ഇനി ഞാനിവിടെ സി കൊടുത്താൽ വേറെ എന്തെങ്കിലുമൊക്കെ വരും. ഇതാണ്ട കസ്റ്റം നെയിം വന്നില്ല. സോ അത് തന്നെ ഒരു ഹിൻ്റാണ്. ഫങ്ഷൻസ് ആർ കുഡ് ബി മേ ബി ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞതാ. ഇപ്പോൾ ഹായ് ഇവിടെ നിന്ന് വന്നു, ടൈപ്പ് ഓഫ് പറഞ്ഞു ഫംഗ്ഷൻ ആണെന്ന്. ഓക്കെ ശരി, ഞാനപ്പോൾ ഒരു ആഡഡ് കസ്റ്റം പ്രോപ്പർട്ടി, എന്നിട്ട് ഞാൻ ആ പ്രോപ്പർട്ടി ലോഗ് ചെയ്തപ്പോൾ അശ്വിൻ വർക്കായി. അതെങ്ങനെ സംഭവിച്ചു? അപ്പോൾ ഫംഗ്ഷൻ ഒബ്ജക്റ്റ് ആണോ? ഫംഗ്ഷൻ ആസ് ആർ ശരിക്കും ഒബ്ജക്റ്റ്. പക്ഷേ അത് നമുക്ക് കോഡ് ത്രൂ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനുണ്ട്. സോ അത് നമ്മൾ പോകുന്ന ഈ ഒരു ബുക്കിൻ്റെ ഫസ്റ്റ് സീസണിൽ തന്നെ, ഫസ്റ്റ് ബുക്കിൽ തന്നെ ലാസ്റ്റത്തേക്ക് നമ്മൾ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്ന സാധനം പഠിക്കും. സോ അത് നമ്മൾ ബ്രൗസറൊക്കെ വെച്ച് കാണിച്ചു തരുമ്പോൾ ഇത് എവിടെയാണ് സ്റ്റോർ ആവുന്നത് ആ സാധനമൊക്കെ എനിക്ക് കാണിച്ചു തരാൻ പറ്റും. സോ അതുവരയ്ക്കും സ്റ്റേ ചിൽ. സോ ഇഫ് സംവൺ ആസ്ക് യു ഫംഗ്ഷൻ ഒബ്ജക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അറ്റ് എ റൂട്ട് ലെവൽ ഒബ്ജക്റ്റ് ആണ്, പക്ഷെ ടൈപ്പ് ഓഫ് സമ്മതിച്ചു തരത്തില്ല. ആ ഒരു രീതിയിൽ പറയാവുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് വേറൊരു കാര്യം കൂടെ നോക്കി നോക്കാം. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ചെയ്ത് നോക്കാം. നമുക്ക് ടൈപ്പ് ഓഫ് സേ ഹായ് വിളിച്ചു നോക്കാം. സേ ഹായ് ഓൾറെഡി വിളിച്ചു. ഇവിടെ നമ്മൾ സേ ഹായ് ഫംഗ്ഷൻ കോൾ പോലെയാണ് വിളിക്കുന്നത്. ഇവിടുത്തെ ഔട്ട്പുട്ട് എന്തായിരിക്കും ഒന്ന് എക്സ്പെക്ട് ചെയ്യാമോ? നമുക്ക് ബാക്കി ലോഗുകൾ വേണമെങ്കിൽ കമൻറ്റ് ഔട്ട് ചെയ്യാം, സോ ദാറ്റ് ഇറ്റ് ഡസൻറ്റ് ഗെറ്റ് കൺഫ്യൂസിങ്. സോ ഇവിടെ ഞാനിപ്പോൾ ടൈപ്പ് ഓഫ് സേ ഹായ് വിളിച്ചു. ഈ ഫംഗ്ഷൻ ഞാൻ എക്സിക്യൂട്ട് ചെയ്യാം. സോ ഇവിടെ ഇനിയിപ്പോൾ ഞാൻ ഫംഗ്ഷനോട് ജസ്റ്റ് റൺ ചെയ്യുകയാണെങ്കിൽ സേവ് ആയില്ല. സോറി ഗൈസ്, ദാറ്റ് ഡിഡ്ന്റ് സേവ്. യാ, ഇപ്പോൾ ഇവിടെ ഒരു ഹായ് വന്നു. ഈ ഹായ് വന്നത് ഈ ഹായ് പ്രിൻ്റ് ചെയ്തുകൊണ്ടാണ്. സോ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവനെ വിട്ടേരെ, അതവിടെ നിന്നോട്ടെ പാവം. സോ ഇവിടെ വരുമ്പോഴത്തേക്ക് 2 ലോഗ് വന്നിട്ടുണ്ട്. ഈ ഒറ്റ ലോഗിന് പകരം 2 ലോഗ് വന്നിട്ടുണ്ട്. ഇതുകൂടെ ഞാൻ കമൻറ്റ് ചെയ്യാൻ വേണേൽ, ഫോർ മോർ കൺഫ്യൂഷൻസ് ക്യാൻ ബി അവോയ്ഡഡ്. യാ, ഇപ്പം നോക്കിയാൽ ശരിക്കും നമ്മുടെ കോഡിനകത്ത് ഒറ്റ ലോഗേ ഉള്ളൂ, പക്ഷേ 2 ലോഗ് വന്നിട്ടുണ്ട്. അതിന് കാരണം സേ ഹായ് വിളിക്കുമ്പോൾ ഈ ലോഗ് വരും, അതാണ് ഈ ഹായ്. അപ്പോൾ അൺഡിഫൈൻഡ് എവിടെ നിന്ന് വന്നു? നമ്മൾ നേരത്തെ പറഞ്ഞു ഫംഗ്ഷൻ്റെ ടൈപ്പ്, ഫംഗ്ഷൻ്റെ ടൈപ്പ് ഓഫ് പറയുന്നത് ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു, അതാണ് കണ്ടത്. അപ്പോൾ ഇവിടെ എങ്ങനെ അൺഡിഫൈൻഡ് വന്നു? ക്യൂരിയസ്. സോ അതിന് ഒരു ആൻസറേ ഉള്ളൂ. ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി ഹായ് ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. ഫംഗ്ഷൻസിന് നമ്മൾ മുന്നത്തെ വീഡിയോ കണ്ട പോലെ ഫംഗ്ഷൻസിന് എന്തെങ്കിലും റിട്ടേൺ ചെയ്യാനുള്ള പവർ ഉണ്ട്. സോ ഇവിടെ ഒന്നും റിട്ടേൺ ചെയ്യാത്തതുകൊണ്ട് ഇവിടെ റിട്ടേൺ ടൈപ്പ് വരുന്നത് ഇസ് ആക്ച്വലി അൺഡിഫൈൻഡ്. ഓക്കെ, സോ ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ ഈ ഒരു വാല്യൂ നമുക്കിപ്പോൾ കോൺസ്റ്റ് റിട്ടേൺ TUR റിട്ടേൺ RETUR റിട്ടേൺ വാല്യൂ ഈക്വൽ ടു സേ ഹായ് എന്ന് കരുതി. ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ സേ ഹായിന്ന് തിരിച്ച് ഇവിടെ ഒന്നും കിട്ടുന്നില്ല, പക്ഷേ ഞാൻ തിരിച്ചെന്തെങ്കിലും കിട്ടുന്നെങ്കിൽ അതിനെടുത്ത് റിട്ടേൺ വാല്യൂവിൽ വെക്കാനാണ് പറയുന്നത്. നമുക്കിനി റിട്ടേൺ വാല്യൂ ഒന്ന് ലോഗ് ചെയ്ത് നോക്കാം എന്തായിരുന്നേ. സോ റിട്ടേൺ വാല്യൂ ലോഗ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അൺഡിഫൈൻഡ് ആണ് വരുന്നത്. കാരണം ഫംഗ്ഷൻ ഒന്നും റിട്ടേൺ ചെയ്യാത്തതുകൊണ്ട് ഇവിടെ ഒന്നും റിട്ടേൺ ചെയ്യത്തില്ല. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? ഇവന്
ഫംഗ്ഷൻ്റെ എക്സിക്യൂഷൻ കഴിയുമ്പോഴത്തേക്ക് അൺഡിഫൈൻഡ് കിട്ടും. ആൻഡ് ഇവിടെ ചെക്ക് ചെയ്യുന്നത് ആക്ച്വലി ഫംഗ്ഷൻ്റെ ടൈപ്പ് അല്ല, ഇവിടുത്തെ റിട്ടേൺ ചെയ്യുന്ന സാധനത്തിൻ്റെ ടൈപ്പാണ്. അപ്പോൾ ഇവിടെ എന്താ റിട്ടേൺ ചെയ്യുന്നത്? അൺഡിഫൈൻഡാണ്. അപ്പോൾ ടൈപ്പ് ഓഫ് അൺഡിഫൈൻഡ് ഈസ് അൺഡിഫൈൻഡ്. അപ്പോൾ മേക്ക് തിങ്സ് മോർ ക്ലിയർ, സേ റിട്ടേൺ ഹൈ. അപ്പോൾ ഇവിടെ ശരിക്കും നമ്മൾ ലോഗ് ചെയ്യുന്നതിന് പകരം ഞാനിപ്പോൾ റിട്ടേൺ ചെയ്യാമെന്ന് എഴുതിക്കോ. ഓക്കെ, സോ ഇനി ഇതിന് എന്ത് എറർ അടിച്ചല്ലോ? ഞാൻ ഇവിടെ ഒരു സെമി കോളൻ ഇട്ടില്ലേ, ഫംഗ്ഷൻ്റെ സ്പെല്ലിംഗ് തെറ്റിച്ചോ ഗായ്സ്? ഓക്കെ, ഞാനിവിടെ ഒരു ബ്രാക്കറ്റ് ഇട്ടില്ല ഓൾറെഡി. സോ ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ടൈപ്പ് ഓഫ് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ സേ സ്ട്രിങ്. കാരണം ഇവിടെ ഈ ഫംഗ്ഷൻ ട്രിഗർ ആവും, ഇവിടെ പോവും, ഇവിടെ നിന്ന് ഹായ് തിരിച്ചു കൊടുക്കും. ഇവിടെ അപ്പോൾ എന്താവും ശരിക്കും? ഇവിടെ അപ്പോൾ ശരിക്കും നോക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി സംതിങ് ലൈക്ക് ദിസ് വെൻ ദ എക്സിക്യൂഷൻ ഓഫ് ദാറ്റ് ഫംഗ്ഷൻ കോൾ കംപ്ലീറ്റ്. ഇങ്ങനെ ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ടൈപ്പ് ഓഫ് ഹായ് എന്താണ് ശരിക്കും? സ്ട്രിങ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സ്ട്രിങ് പ്രിൻ്റ് ആവണമെന്നാണ് എൻ്റെ ഗസ്. സോ എറർ അടിച്ചിരിക്കുകയാണ് ഗായ്സ്. എന്താണ് സംഭവം? കൺസോൾ ഇസ് നോട്ട് എ ഫംഗ്ഷൻ. ഓക്കെ, ഇവിടെ ലോഗ് വിട്ടുപോയി. സോ ഇപ്പോൾ ഇവിടെ സ്ട്രിങ് വരണം. യെസ്, സ്ട്രിങ് വന്നിട്ടാർ. സോ ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ വെച്ചത്. സോ ഐ ഹോപ്പ് തിങ്സ് ആർ ക്ലിയർ. ഫംഗ്ഷൻസ് ആർ അണ്ടർ ദ ഹുഡ് ആക്ച്വലി ഒബ്ജക്ട്സ്. അത് സ്റ്റോർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മളൊരു 3-4 അല്ലെങ്കിൽ ഒരു അടുത്തൊരു 5 വീഡിയോ 6 വീഡിയോയ്ക്ക് അത് കവർ ചെയ്യുന്നതായിരിക്കും. അണ്ടിൽ ദെൻ സ്റ്റേ ക്യൂരിയസ്. സോ താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്.